റിപ്പോർട്ടുകളിലേക്ക് മോദി പറഞ്ഞ നോട്ട് നിരോധനത്തിന്റെ സമയപരിധി ഇന്ന് അവസാനിക്കും. കറൻസി ഇല്ലാതെ നീറിപ്പുകഞ്ഞ നാൾ തുടരുമെന്ന് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്നു. നവംബർ 8-ാം തീയതി രാത്രി 8 മണിക്ക് ഇന്ത്യൻ ജനതയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച മോദിയുടെ പ്രസ്താവന ഇങ്ങനെ: आज मध्यरात्रि यानी 8 नवंबर 2016 की रात्रि को 12 बजे से वर्तमान में जारी 500 रुपए और 1000 रुपए के करेंसी नोट लीगल टेंडर नहीं रहेंगे. ഇന്ത്യയെ സാമ്പത്തികമായും സാമൂഹികമായും അന്ധകാരത്തിലേക്ക് തള്ളിയ ചരിത്ര പ്രസ്താവന 50 നാൾ പിന്നിടുമ്പോൾ രാജ്യത്തിന്റെ ഭാവി എങ്ങോട്ടെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരം പൂർണ്ണമായിട്ടില്ല. 50 നാൾ തരൂ, രാജ്യത്തെ കള്ളപ്പണവും ഭീകരപ്രവർത്തനവും അവസാനിപ്പിക്കാം എന്ന പ്രധാനമന്ത്രിയുടെ വാക്കുകൾ സഹിഷ്ണുതയോടെ ആദ്യനാളുകളിൽ സ്വീകരിച്ച ജനങ്ങൾ സഹനശക്തി നശിച്ച് തെരുവിലേക്കിറങ്ങുന്ന കാഴ്ചയാണ് പിന്നീട് നാം കണ്ടത്. മോദിയുടെ വികല നയത്തിലൂടെ രക്തസാക്ഷിത്വം വരിച്ചത് 100-ലേറെ പേരാണ്. നോട്ട് നിരോധനം 50 ദിനം പിന്നിട്ടപ്പോഴും ATMകൾക്ക് മുന്നിലെ നീണ്ട വരിക്ക് ഇപ്പോഴും മാറ്റമില്ല. രാജ്യത്തെ ഭൂരിഭാഗം ATMകളും ഇപ്പോഴും കറൻസി രഹിതമാണ്. പല ബാങ്കുകളിലും പണവിതരണം റേഷൻ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത്. തുഗ്ലക് നയമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ വിശേഷിപ്പിച്ചപ്പോഴും ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാനോ ചരിത്ര പ്രതിസന്ധിയിൽ ജനങ്ങൾക്ക് ബോധ്യമായ വിശദീകരണം നൽകാനോ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്നത് ബാക്കി പത്രം. കള്ളപ്പണവും കള്ളനോട്ടും തടയുന്നതിനായാണ് നോട്ട് അസാധുവാക്കൽ നടപടിയെന്ന് തുടക്കത്തിൽ അവകാശപ്പെട്ടെങ്കിലും പിൻവലിച്ച നോട്ടുകൾ വൻതോതിൽ ബാങ്കുകളിലേക്ക് ഒഴുകിയതോടെ മോദി സർക്കാരിന്റെ വാദം പൊളിഞ്ഞു. ഈ നിലപാട് തിരുത്തി കറൻസി രഹിത സമ്പദ് വ്യവസ്ഥയിലേക്ക് രാജ്യത്തെ നയിക്കുന്നതിനായാണെന്ന് വാദിച്ചു. നവംബർ 8-ന്റെ പ്രഖ്യാപനത്തിൽ കള്ളപ്പണമെന്ന വാക്ക് 18 വട്ടം ആവർത്തിച്ച പ്രധാനമന്ത്രി അന്നൊരിക്കൽ പോലും കറൻസി രഹിത സമ്പദ് വ്യവസ്ഥയെന്ന് പറഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഡിജിറ്റൽ പണമിടപാടുകളിലേക്ക് നീങ്ങുന്നതിന് ഇത്തരം നടപടിയുടെ ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിനും സർക്കാരിന് മറുപടിയില്ലായിരുന്നു. 50 നാൾ കഴിഞ്ഞാൽ നിങ്ങളെന്നെ തൂക്കിലേറ്റു എന്ന മോദിയുടെ വാക്ക് കാലം രേഖപ്പെടുത്തിയ ചരിത്രമണ്ടത്തരമായും ഒപ്പം 125 കോടി ജനങ്ങളുടെ ഗതികേടായും രേഖപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നൽകിയ ഉറപ്പുകൾ പലതവണ ലംഘിക്കപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. നോട്ട് പിൻവലിച്ച നടപടിയെ ആദ്യം അനുകൂലിച്ചവർ പോലും പിന്നീട് വാഗ്ദാന ലംഘനങ്ങൾ തുടർക്കഥയായപ്പോൾ മോദിയെ തള്ളിപ്പറഞ്ഞു. വാക്കുപാലിക്കാത്ത പ്രധാനമന്ത്രിയെ ജനങ്ങൾ വിസ്തരിക്കണമെന്ന് മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. നവംബർ 8-ലെ ആ അപ്രതീക്ഷിത പ്രഖ്യാപനത്തിൽ നോട്ട് നിരോധനത്തിലൂടെ താൽക്കാലിക ബുദ്ധിമുട്ടുണ്ടാകുമെന്നും എന്നാൽ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുന്ന ചരിത്ര ദൗത്യത്തിൽ അണിചേരണമെന്നും പ്രധാനമന്ത്രി തന്റെ പൗരന്മാരോട് ആഹ്വാനം ചെയ്തു. ആർക്കും പണം നഷ്ടപ്പെടില്ലെന്നും ഭീതി വേണ്ടെന്നുമുള്ള ഉറപ്പും നൽകി. ഡിസംബർ 30 വരെ പോസ്റ്റ് ഓഫീസുകളിലും പ്രതിദിനം 4000 രൂപയുടെ പഴയ നോട്ടുകൾ മാറാമെന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പ് ദിവസങ്ങൾക്കുള്ളിൽ പാഴ്വാക്കായി. നവംബർ 10-ന് RBI ഉത്തരവിലൂടെ പരിധി 4500-ആയി ഉയർത്തിയെങ്കിലും നവംബർ 17-ന് മറ്റൊരു ഉത്തരവിലൂടെ അത് 2000-ആയി കുറച്ചു. ATM വഴിയുള്ള പരമാവധി പിൻവലിക്കൽ പ്രതിദിനം 2000 എന്നത് പിന്നീട് 2500-ആയി ഉയർത്തിയെങ്കിലും ദിവസങ്ങൾക്കകം പഴയപടിയാക്കി. ഡിസംബർ 30 വരെ ബാങ്കുകളിലും പോസ്റ്റ് ഓഫീസുകളിലും പഴയ നോട്ടുകൾ മാറിയെടുക്കാമെന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പും ലംഘിക്കപ്പെട്ടു. നവംബർ 24-ന് ശേഷം ബാങ്കുകളിൽ നോട്ട് മാറി നൽകുന്നത് നിർത്തലാക്കി. സ്വന്തം അക്കൗണ്ടിൽ പരിധിയില്ലാതെ നിക്ഷേപിക്കാമെന്ന വാക്കും പാലിക്കാൻ പ്രധാനമന്ത്രിക്കായില്ല. 5000-ൽ അധികം വരുന്ന തുക ഒരു തവണ മാത്രമേ നിക്ഷേപിക്കാനാവൂ എന്ന് ഡിസംബർ 19-ന് RBI ഉത്തരവിറക്കി. ഇതുകൂടാതെ പണം മാറാൻ എത്തുന്നവരെ ക്യാമറ വെച്ച് നിരീക്ഷണം, വിരലിൽ മഷിയടയാളം, സത്യവാങ്മൂലം എഴുതി വാങ്ങൽ അങ്ങനെ തുടങ്ങി ചരിത്ര ദൗത്യത്തിൽ അണിചേർന്ന പൗരന്മാരെ പല രീതിയിൽ പരീക്ഷിച്ചു. എന്നിരുന്നാലും എല്ലാ പ്രശ്നങ്ങളും ഡിസംബർ 30-ഓടെ പരിഹരിക്കുമെന്ന ഉറപ്പെങ്കിലും പാലിക്കപ്പെടുമെന്ന വിശ്വാസം നിലനിന്നു. ആ വാക്കും പാലിക്കാനാകില്ലെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ജനങ്ങളോട് മാപ്പ് പറയാൻ പ്രധാനമന്ത്രി തയ്യാറാകണമെന്നാണ് മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെ ആവശ്യം. ജനങ്ങളോട് പ്രക്ഷേപണ പ്രസംഗത്തിലൂടെ രാഷ്ട്രത്തോട് അദ്ദേഹം നടത്തിയ ഒരു വാഗ്ദാനം, ആ വാഗ്ദാനത്തിന്റെ നഗ്നമായ ലംഘനം, വാഗ്ദാന ലംഘനത്തിന് ജനങ്ങൾ ഈ പ്രധാനമന്ത്രിയെ വിസ്തരിക്കണം. നവംബർ 8-ലെ പ്രഖ്യാപനത്തിന് ശേഷം നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട 100ഓളം ഉത്തരവുകളാണ് പുറത്തിറങ്ങിയത്. അതായത് പ്രധാനമന്ത്രിക്ക് പറഞ്ഞ വാക്ക് പലതവണ മാറ്റിപ്പറയേണ്ടി വന്നു. ജനങ്ങളോട് വിശ്വാസവഞ്ചനയും വാഗ്ദാന ലംഘനവും നടത്തിയെന്ന അടിവരയോടുകൂടിയായിരിക്കും മോഡി ഇനി ചരിത്രത്താളുകളിൽ അറിയപ്പെടുക. ദില്ലിയിൽ നിന്നും ക്യാമറാമാൻ ഗോപി കടവള്ളൂരിനൊപ്പം M സന്തോഷ്. നോട്ട് നിരോധനം സൃഷ്ടിച്ച പ്രതിസന്ധിയിൽ കൂപ്പുകുത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ വ്യവസായ മേഖല. നോട്ട് പ്രതിസന്ധി രൂക്ഷമായി ബാധിച്ച ചെറുകിട വ്യവസായ മേഖല തകർച്ചയുടെ വക്കിലാണ്.
ചെറുകിട മേഖലയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞതും ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നതുമാണ് മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളി. തൊഴിലാളികൾക്ക് കൂലി നൽകാനോ ആകാതെ നെട്ടോട്ടമോടുകയാണ് സംരംഭകർ. അതേസമയം നോട്ട് നിരോധനം ചെറുകിടക്കാരെ തകർത്ത് വിദേശ സ്വദേശ കുത്തകകൾക്ക് ശക്തിയോടെ ചുവടുറപ്പിക്കാനുള്ള അവസരമാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് വ്യവസായികൾ പറയുന്നു. ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ അടുക്കള ഉപകരണങ്ങളുടെ നിർമ്മാണ യൂണിറ്റുകളിലൊന്നാണ്. 22 വർഷം മുമ്പ് PC ജേക്കബ് ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് 160ഓളം തൊഴിലാളികൾ പണിയെടുക്കുന്ന 3 യൂണിറ്റുകളായാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ 22 വർഷത്തിൽ ആദ്യമായാണ് ഇത്ര കടുത്ത പ്രതിസന്ധി ബിസിനസ് മേഖല നേരിടുന്നതെന്ന് അസന്നിഗ്ധമായി പറയുന്നു ജേക്കബ്. ഇതുപോലത്തെ ഒരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. എൻ്റെ അനുഭവത്തിൽ ഒരു 60-65% വരെ ബിസിനസ് കുറഞ്ഞു. തൊഴിലാളികൾക്ക് ഒരു 50% തൊഴിലവസരങ്ങളും ഇല്ലാതായി പോയി കഴിഞ്ഞു. മാർക്കറ്റിൽ കറൻസി ഇല്ലെങ്കിൽ തൊഴിലാളികൾക്ക് കാശ് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ആസന്ന ഭാവിയിൽ ഒരുമാതിരിയുള്ള ചെറുകിട ഇടത്തരം ബിസിനസ്സുകാരൊക്കെ തകർന്നു പോകും. തൊഴിലാളിയുടെ തൊഴിൽ കുറഞ്ഞാൽ അത് ബാധിക്കുക അവനെ ആശ്രയിച്ചു കഴിയുന്നവരെയാണ്. പലപ്പോഴും ആലോചിക്കാറ് ഈ സാറങ്ങനെ ഞങ്ങൾക്ക് ആഴ്ച കാശ് കൊടുക്കുന്നു. പണിയും ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആർക്കൂടെ ഉണ്ടാക്കിയത് തന്നെ അറിയില്ല. പാവപ്പെട്ടതിന് ഇതുകൊണ്ടൊരു ഗുണം ഉണ്ടായി എനിക്ക് തോന്നുന്നത്. പട്ടിണി തന്നെ, അല്ലാണ്ട് വേറെ ഗുണമൊന്നും ഉണ്ടാവില്ല. 15 ലക്ഷത്തോളം സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ യൂണിറ്റുകളാണ് സംസ്ഥാനത്തുള്ളത്. 45 ലക്ഷത്തിലേറെ പേർ ഈ മേഖലയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. നോട്ട് നിരോധനത്തെ തുടർന്ന് ചെറുകിട വ്യവസായ മേഖലയിലെ വരുമാനത്തിലുണ്ടായ കുറവ് 35% മുതൽ 80% വരെയാണ്. ഭക്ഷ്യനിർമ്മാണ യൂണിറ്റുകളിലടക്കം ആവശ്യക്കാരില്ലാതായതിനാൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാനാകാതെ കെട്ടിക്കിടക്കുന്നു. അസംസ്കൃത വസ്തുക്കൾ വാങ്ങാനാകാതെ ഉൽപ്പാദനം നിർത്തിയ സ്റ്റീൽ, പ്ലാസ്റ്റിക്, മരുന്ന്, പെയിന്റ് നിർമ്മാണ യൂണിറ്റുകൾ വേറെ. തൊഴിലാളികൾക്ക് കൂലി നൽകാനില്ലാതായതോടെ അന്യസംസ്ഥാന തൊഴിലാളികൾ നാടുകളിലേക്ക് മടങ്ങി. ഇവർ പണിയെടുക്കുന്ന പെരുമ്പാവൂരിലെ പ്ലൈവുഡ് യൂണിറ്റുകളെല്ലാം അടഞ്ഞുകിടക്കുന്നു. വ്യവസായ നഗരിയായ കൊച്ചിയുടെ ഒരു പരിച്ഛേദം മാത്രമാണിത്. സംസ്ഥാനത്തുടനീളം ഇത്തരത്തിലുള്ള ചെറുകിട വൻകിട വ്യാപാര വ്യവസായ കേന്ദ്രങ്ങൾ ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. നോട്ട് നിരോധനം സൃഷ്ടിച്ച പ്രതിസന്ധി അവരുടെ നാളങ്ങളെയാണ് ആശങ്കയിലാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ മനോജ് ചങ്ങനാശ്ശേരിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്. നോട്ട് നിരോധനം 50-ാം ദിവസത്തിലെത്തുമ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് കേരളത്തിൽ ശേഷിക്കുന്നത്. നികുതി വരുമാനം പകുതിയിൽ താഴെയായി കുറഞ്ഞപ്പോൾ വാണിജ്യ നികുതി -8.2%. വെബ്കോ രജിസ്ട്രേഷൻ, ലോട്ടറി, ടൂറിസം, ചെറുകിട നിർമ്മാണ മേഖല എന്നിവയുൾപ്പെടെ പ്രതിസന്ധിയുടെ ആഘാതമേറ്റു. ജനുവരിയെ ശമ്പള പെൻഷൻ വിതരണം പോലും അനിശ്ചിതത്വത്തിലാണ്. നോട്ട് നിരോധനം നിലവിൽ വന്ന് 50 ദിവസം തികയുമ്പോൾ കേന്ദ്രം സംസ്ഥാനത്തിന് സമ്മാനിച്ചത് വൻ വരുമാന നഷ്ടവും കറൻസി ദൗർലഭ്യവും ചേർന്ന സാമ്പത്തിക പ്രതിസന്ധി. ഭൂരിഭാഗം മേഖലയിലും ഉണ്ടായ നെഗറ്റീവ് വളർച്ചയാണ് വരുമാന നഷ്ടത്തിനിടയാക്കിയത്. വാണിജ്യ നികുതിയിൽ മാത്രം -8.2% വളർച്ച. ഏറ്റവും അധികം വരുമാനമുണ്ടായിരുന്ന ബിവറേജസ് കോർപ്പറേഷനിൽ നിന്നുള്ള നികുതി വരുമാനത്തിൽ 27.3%-ആയാണ് കുറഞ്ഞത്. രജിസ്ട്രേഷൻ ഇടപാടുകളും വൻ നഷ്ടത്തിലാണ്. 67,416 ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്ത കഴിഞ്ഞ നവംബറിനെ അപേക്ഷിച്ച് ഇത്തവണ 14,964 എണ്ണമായി അത് കുറഞ്ഞു. ഇതുവഴി ഒറ്റ മാസത്തെ നഷ്ടം 36 കോടി രൂപയാണ്. ചെറുകിട വ്യാപാരികളെയും കർഷകരെയും നോട്ട് പ്രതിസന്ധി രൂക്ഷമായി തന്നെ ബാധിച്ചു. മികച്ച വളർച്ച നേടിയിരുന്ന ടൂറിസം മേഖലയിൽ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം 17.7%-ഉം വിദേശ സഞ്ചാരികളുടെ എണ്ണം 8.7%-ഉമായാണ് ഇടിഞ്ഞത്. നിലവിലെ പ്രതിസന്ധി കാരണം ജനുവരിയിലെ ശമ്പള പെൻഷൻ വിതരണം പോലും അനിശ്ചിതത്വത്തിലാണ്. പ്രതിസന്ധി സാമ്പത്തിക മുരടിപ്പിനിടയാക്കുമെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കി. കറൻസി ഇല്ലാത്തതുകൊണ്ട് സർക്കാരിൻ്റെ ചെലവുകളും ഗണ്യമായിട്ട് കുറഞ്ഞു. പക്ഷേ ഇത് വലിയ പ്രത്യാഘാതം നാട്ടിലുണ്ടാക്കുകയും സർക്കാരിൻ്റെ കൂടി ചെലവ് കുറയുമ്പോൾ സ്വകാര്യ വ്യക്തികളുടെ അല്ലെങ്കിൽ തന്നെ കുറഞ്ഞു. സർക്കാരിൻ്റെ കൂടി കുറയുമ്പോൾ അത് സാമ്പത്തിക മുരടിപ്പിനിടയാക്കും. കേരളത്തിലെ സാമ്പത്തിക മുരടിപ്പ് കൂടുതൽ രൂക്ഷമാകും. ശമ്പള പെൻഷൻ വിതരണത്തിനായി 1,391.64 കോടി രൂപയാണ് സംസ്ഥാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിൽ 60% താഴെ മാത്രമേ സംസ്ഥാനത്തിന് നൽകാൻ കഴിയൂ എന്നാണ് RBI നിലപാട്. മത്സ്യബന്ധനം, കാർഷികം, നിർമ്മാണം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ജില്ലകളിലെ വളർച്ചാ നിരക്കും നെഗറ്റീവിലാണ്. ബാങ്കിംഗ് മേഖലയിൽ 1 ലക്ഷം കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായപ്പോൾ വ്യവസായ സ്വർണ്ണ വിപണിയിലും പ്രതിസന്ധി കനത്ത പ്രഹരമായി. സർവത്ര മേഖലയിലും ഇടിവു മാത്രം സമ്മാനിച്ചുകൊണ്ടുള്ള മോഡിയുടെ മാജിക്. സാധാരണക്കാരൻ ഈ പ്രതിസന്ധിയിൽ നിന്നും എന്ന് കരകയറും എന്നുള്ളതാണ് ഇനി ശേഷിക്കുന്ന ചോദ്യം. തിരുവനന്തപുരത്ത് നിന്നും എസ് ഷീജ. നോട്ട് പ്രതിസന്ധി കൂടിയായതോടെ കണ്ണൂരിലെ കൈത്തറി സംഘങ്ങളും പൂർണ്ണമായും തകർച്ചയുടെ വക്കിൽ. ന്യൂ ഇയർ, ക്രിസ്മസ് വിപണിയിൽ ക്രയവിക്രയം പോലും ഇല്ലാതെ ആണ് മേഖലയും നിലച്ച മട്ടാണ്. കൈത്തറി ഗ്രാമങ്ങൾക്ക് ഏറെ പ്രസിദ്ധമായിരുന്നു കണ്ണൂർ ജില്ല.
കൈത്തറി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തീരുവ മറ്റ് തുണിത്തരങ്ങളുടേതിന് തുല്യമാക്കിയതോടെ കയറ്റുമതി സാധ്യതകളും പ്രതിസന്ധിയിലായി. സ്വകാര്യ ഉടമകൾ ഈ രംഗത്ത് നിന്നും പൂർണ്ണമായും പിന്മാറി. വിപണന ലാഭമില്ലാത്തതും നൂല് വാങ്ങാനും കൂലി നൽകാനും കഴിയാത്തതും തന്നെ കാരണം. സഹകരണ സംഘങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഈ രംഗത്ത് പിടിച്ചു നിൽക്കുന്നത്. അതും ആഭ്യന്തര വിപണി കണ്ടെത്തി എക്സിബിഷനുകളെ ആശ്രയിച്ച് മാത്രം. കറൻസി നിരോധനത്തോടെ അരപ്പട്ടിണിയുള്ളവൻ മുഴുപ്പട്ടിണിയിലായ അവസ്ഥയിലാണ് കൈത്തറി മേഖലയിലെ തൊഴിലാളികൾ. നോട്ട് പ്രതിസന്ധി വന്നപ്പോൾ മുതലാളിക്ക് കൂലി എങ്ങനെയാ കൊടുക്കേണ്ടതെന്നിരുന്നില്ല. തൊഴിലാളികൾക്കാണെങ്കിൽ കാശ് കിട്ടാതിരിക്കാൻ ജീവിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ വന്നപ്പോഴാണ് ചെക്ക് കൊടുക്കാൻ തീരുമാനം. ഒരാഴ്ച ജോലി ചെയ്താൽ 2000 ഉറുപ്പ്യ കിട്ടൂല. 2000 ഉറുപ്പ്യ കിട്ടാത്ത തൊഴിലാളിക്ക് 2000 ഉറുപ്പ്യന് ചെക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ. 2 ആഴ്ച ജോലി ചെയ്ത് കാത്തു നിന്നാലാണ് ഒരു തൊഴിലാളിക്ക് 2000 ഉറുപ്പ്യന് ചെക്ക് കിട്ടുക. അത് തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ അല്ലാതെ പോലും ബാധിച്ചു. ഗുരുതരമായ വൃത്തിയാകാതായിരിക്കും കൈത്തറി തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം നേരിടാൻ പോകുന്നതാണ് വസ്തുത. തൊഴിലാളികൾക്ക് കൂലി നൽകാൻ പണമില്ല. നൂൽ വാങ്ങൽ തുടങ്ങിയ പ്രക്രിയകളും പ്രതിസന്ധിയിൽ. 1.5 മാസമായി ക്രയവിക്രയം തടസ്സപ്പെട്ടു. ക്രിസ്തുമസ്, ന്യൂ ഇയർ എക്സിബിഷനുകളും പാടെ പരാജയപ്പെട്ടതോടെ കണ്ണൂരിലെ കൈത്തറി മേഖല തകർച്ചയിലേക്ക് കൂപ്പുകുത്തുകയാണ്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. നോട്ട് നിരോധനം മൂലമുണ്ടായ പ്രതിസന്ധി മൂലം സംസ്ഥാനത്തെ പച്ചക്കറി കർഷകർ കൃഷി ഉപേക്ഷിക്കുന്നു. വിഷു സീസണിലേക്കുള്ള പച്ചക്കറി കൃഷി ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇനിയും തുടങ്ങിയിട്ടില്ല. നിലമൊരുക്കാനും വിത്തിറക്കാനുമെല്ലാം ആവശ്യമായ പണം കണ്ടെത്താനാവാത്തതാണ് കാരണം. നിലമൊരുക്കി വിത്തിറക്കേണ്ട സമയമായി. പക്ഷേ പച്ചക്കറി പാടങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തരിശായി കിടക്കുകയാണ്. കോഴിക്കോട് കുറ്റിക്കാട്ടൂർ കാരാട്ടുകുന്നുമൽ ഭാസ്കരൻ 3 ഏക്കറിലധികം സ്ഥലത്ത് പതിവായി കൃഷി ഇറക്കിയിരുന്നു. വെണ്ട, വഴുതിന, പയർ, ചീര, പടവലം തുടങ്ങിയവയായിരുന്നു കഴിഞ്ഞ സീസണിൽ കൃഷി ചെയ്തത്. ബാങ്കിൽ നിന്ന് വായ്പയെടുത്തായിരുന്നു കൃഷി. എന്നാൽ നോട്ട് നിരോധനം മൂലമുണ്ടായ സാമ്പത്തിക നിയന്ത്രണത്തെ തുടർന്ന് ആശങ്കയിലാണ് ഈ കർഷകൻ. നിലമൊരുക്കുന്നതിനും വളം ചെയ്യുന്നതിനും തൊഴിലാളികൾക്ക് കൂലി നൽകുന്നതിനും ആവശ്യമായ പണം കണ്ടെത്താനാവാത്തതാണ് കർഷകരെ ബുദ്ധിമുട്ടിലാക്കിയിരിക്കുന്നത്. തുടങ്ങണമെങ്കിലൊക്കെ പൈസ വേണ്ടേ? ഇനിയിപ്പോൾ അതിനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്തെങ്കിലും ബാങ്കിൽ പോയാൽ 2000 കിട്ടും. അതിനോട് കിട്ടിയാലൊന്നും സംഗതി നടക്കില്ല. അങ്ങനെയാണ് അക്കൗണ്ടിലുള്ള പൈസയും കൂടി കിട്ടാത്ത രീതിയിലാണ് നിൽക്കുന്നത്. സമാനമായ രീതിയിൽ സംസ്ഥാനത്താകെ പച്ചക്കറി കർഷകർ ഉപജീവന മാർഗമായ കൃഷി ഉപേക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ്. സാമ്പത്തിക നിയന്ത്രണം വന്നത് മുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിറ്റഴിയാതായി. കഴിഞ്ഞ സീസണിൽ നിരവധി കർഷകരും കൂട്ടായ്മകളും പച്ചക്കറി ഉൽപാദന രംഗത്തേക്ക് കടന്നു വന്നിരുന്നു. ഇതിലൂടെ സംസ്ഥാനത്ത് ജൈവ പച്ചക്കറി വ്യാപകമാക്കാനും ഉൽപാദനത്തിൽ വർധനവുണ്ടാക്കാനും കഴിഞ്ഞു. എന്നാൽ ഇത്തവണ പച്ചക്കറി ഉൽപാദനത്തിൽ വൻ ഇടിവുണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ഇത്തവണ കൃഷിയിറക്കേണ്ടെന്ന തീരുമാനത്തിലാണ് ഭൂരിഭാഗം കർഷകരും. നാട്ടിൻപുറത്തെ കർഷകരുടെ വിയർപ്പിൽ വിളഞ്ഞിരുന്ന തദ്ദേശീയ പച്ചക്കറികൾ ഇത്തവണ വിപണിയിൽ കണി കാണാൻ പോലും ഉണ്ടാവില്ല. ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിയോടൊപ്പം സിജു കണ്ണൻ. വാർത്തകളിലേക്ക്. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള പ്രചാരണ വാഹനത്തിന് ആലപ്പുഴ ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ ഫ്ളാഗ് ഓഫ് നൽകി സ്വീകരിച്ചു. 2 ദിവസമാണ് ജില്ലയിലെ പര്യടനം. മനുഷ്യനും പ്രകൃതിയുമായുള്ള ആത്മബന്ധം പുനഃസ്ഥാപിക്കുകയാണ് ഹരിത കേരളം ലക്ഷ്യമിടുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. ഹരിത കേരളം മിഷന്റെ പ്രചരണാർത്ഥമുള്ള എക്സ്പ്രസ് പ്രദർശന വാഹനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രദർശന വാഹനത്തോടൊപ്പമുള്ള കലാസംഘത്തിന്റെ പ്രകടനവും നാടൻപാട്ടും ആസ്വദിച്ചതിന് ശേഷമാണ് മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ജലവും കൃഷിയും തമ്മിലുള്ള ആത്മബന്ധം പുനഃസ്ഥാപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ ഗ്രാമീണമായ സംസ്കൃതിയെയും സമ്പത്തിനെയും കൃഷിയെയും ഫലമൂലാദികളെയും ഉപേക്ഷിച്ചത് നമ്മൾ സായിപ്പനെ അനുകരിക്കാൻ വേണ്ടി പോയി. ശരിക്കും സായിപ്പനെ അനുകരിച്ചില്ല. സായിപ്പ് ഒരിക്കലും അവരുടെ ഫലവൃക്ഷങ്ങൾ നശിപ്പിക്കില്ല, അവിടെ കൃഷിഭൂമി നശിപ്പിക്കില്ല. അതെല്ലാം സംരക്ഷിച്ചുകൊണ്ടാണ് സായിപ്പ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. ജില്ലാ അതിർത്തിയായ കായംകുളത്തെ സ്വീകരണത്തിന് ശേഷം മാവേലിക്കര, നങ്ങ്യാർകുളങ്ങര, ഹരിപ്പാട് തുടങ്ങി ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിലും പ്രദർശന വാഹനമെത്തി. ജയചന്ദ്രൻ കടമ്പനാടിന്റെ നേതൃത്വത്തിലുള്ള ഗ്രാമീണ ഗായക സംഘം കൃഷി, ജൈവജീവനം തുടങ്ങിയ പാട്ടുകളും പ്രധാന കേന്ദ്രങ്ങളിൽ അവതരിപ്പിച്ചു വരുന്നു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ ജനരോഷമുയർത്തി ഇടതുമുന്നണിയുടെ മനുഷ്യച്ചങ്ങല. തിരുവനന്തപുരം രാജ്ഭവന് മുന്നിൽ നിന്ന് ആരംഭിച്ച മനുഷ്യച്ചങ്ങലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യ കണ്ണിയായി. 10 ലക്ഷത്തിലേറെ ബഹുജനങ്ങൾ അണിനിരന്ന മനുഷ്യച്ചങ്ങല ഇടതുമുന്നണിയുടെ സംഘടനാ സ്വാധീനം വിളിച്ചോതുന്ന ബഹുജന മുന്നേറ്റമായി മാറി. നോട്ട് നിരോധനവും സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിലും പ്രതിഷേധിച്ച് 10 ലക്ഷത്തിലേറെ ആളുകളാണ് കേരളത്തിന്റെ തെരുവിലേക്ക് ഒഴുകിയെത്തിയത്.
മനുഷ്യ ചങ്ങല പല സ്ഥലത്തും മനുഷ്യ മതിലായി പരിണമിച്ചു. 4:30 ഡ്രസ് റിഹേഴ്സലിന് ശേഷമാണ് 5 മണിയോടെ മനുഷ്യ ചങ്ങല ആരംഭിച്ചത്. തിരുവനന്തപുരം രാജ്ഭവന് മുന്നിൽ കവി പ്രഭാവർമ്മ കേന്ദ്ര സർക്കാർ വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാജ്ഭവന് മുന്നിൽ നിന്നും ആരംഭിച്ച മനുഷ്യ ചങ്ങലയിൽ പിണറായി വിജയൻ ആദ്യ കണ്ണിയായി. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, മുതിർന്ന നേതാവ് VS അച്യുതാനന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ, ജനതാദൾ ദേശീയ സെക്രട്ടറി നീല ലോഹിദാസ് നാടാർ, NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ, മന്ത്രിമാരായ KK ശൈലജ, കടകംപള്ളി സുരേന്ദ്രൻ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, CPIM നേതാക്കളായ ആനത്തലവട്ടം ആനന്ദൻ, M വിജയകുമാർ, ആനാവൂർ നാഗപ്പൻ, V ശിവൻകുട്ടി, സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ, ഗായകൻ ജാസി ഗിഫ്റ്റ്, സിനിമാ താരം P ശ്രീകുമാർ എന്നിവർ പങ്കാളികളായി. തിരുവനന്തപുരം ജില്ലാ അതിർത്തിയായ കടമ്പാട്ടുകോണം വരെയുള്ള 45 കിലോമീറ്റർ അണമുറിയാതെ ജനം പങ്കാളികളായി. കൊല്ലം ജില്ലാ അതിർത്തി മുതൽ ഓച്ചിറ വരെയുള്ള 60 കിലോമീറ്റർ നീളത്തിൽ ബഹുജനങ്ങൾ അണിനിരന്നു. കൊല്ലം ചിന്നക്കടയിൽ ചേർന്ന സമ്മേളനം CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ഗുരുദാസ് ഉദ്ഘാടനം ചെയ്തു. R ബാലകൃഷ്ണപിള്ള, മന്ത്രിമാരായ മേഴ്സിക്കുട്ടിയമ്മ, K രാജു, MLA മാരായ KB ഗണേഷ് കുമാർ, കോവൂർ കുഞ്ഞുമോൻ, രാജ്യസഭാ അംഗം സോമപ്രസാദ്, KN ബാലഗോപാൽ എന്നിവർ പങ്കാളികളായി. പത്തനംതിട്ട ജില്ലയിലെ പ്രവർത്തകർ കായംകുളം മുതൽ അമ്പലപ്പുഴ വരെയുള്ള ചങ്ങല കണ്ണികളിൽ പങ്കാളികളായി. ഇടതുമുന്നണിയാണ് സമരത്തിന് ആഹ്വാനം ചെയ്തതെങ്കിലും ഇടതുമുന്നണിയുമായി സഹകരിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളും ബഹുജനങ്ങളും ഒരു രാഷ്ട്രീയമില്ലാത്തവരും മനുഷ്യ ചങ്ങലയിൽ പങ്കാളികളാവാനെത്തിയിരുന്നു. ഇടതുമുന്നണിയുടെ സംഘടനാ സ്വാധീനം വിളിച്ചോതുന്നതായിരുന്നു അണമുറിയാതെ ദേശീയപാതയോടെ തണിനിരുന്ന ഈ ബഹുജന മുന്നേറ്റം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജനസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു മധ്യകേരളത്തിലെ മനുഷ്യച്ചങ്ങല. നോട്ട് അസാധുവാക്കലിനെതിരെ LDF നടത്തിയ പ്രതിഷേധത്തിൽ സാംസ്കാരിക നായകരും ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും അടക്കം നിരവധി പേർ പങ്കാളികളായി. മധ്യകേരളത്തിൽ നടന്ന മനുഷ്യച്ചങ്ങലയിലും പതിനായിരങ്ങളാണ് പങ്കെടുത്തത്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലുള്ളവർ ആലപ്പുഴ ജില്ലയിലെ ദേശീയപാതയോരത്തായിരുന്നു മനുഷ്യച്ചങ്ങല തീർത്തത്. മന്ത്രിമാരായ G സുധാകരൻ, P തിലോത്തമൻ, LDF കൺവീനർ വൈക്കം വിശ്വൻ, MV ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ വിവിധയിടങ്ങളിൽ നടന്ന മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളായി. നേതാക്കളുടെ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരുന്നു ജനപങ്കാളിത്തം. കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും ഒഴുകിയെത്തി. എറണാകുളം ജില്ലയിൽ 10 കേന്ദ്രങ്ങളിലായിരുന്നു പൊതുയോഗം. വൈറ്റിലയിൽ നടന്ന മനുഷ്യച്ചങ്ങലയിൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി, പ്രമുഖ സാഹിത്യകാരൻ പ്രൊഫസർ MK സാനു, CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പന്ന്യൻ രവീന്ദ്രൻ, മുൻ MP P രാജീവ്, സിനിമാ സംവിധായകനായ വിനയൻ, രഞ്ജി പണിക്കർ, ഔഷധി ചെയർമാൻ ഡോക്ടർ KR വിശ്വംഭരൻ, MV നികേഷ് കുമാർ, ഡോക്ടർ KS ഡേവിഡ് തുടങ്ങി പ്രമുഖർ കണ്ണിച്ചേർന്നു. അസാധുവാണെന്ന് പ്രഖ്യാപിക്കുന്ന ഭ്രാന്തൻ തീരുമാനം എവിടെ നിന്ന് കിട്ടി ഈ നരാധമ മോഡിക്ക് ഇങ്ങനൊരു ബുദ്ധി എന്നാണ് ഇന്ന് ഇന്ത്യയും ലോകവും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി ചെയ്ത പ്രവൃത്തിയെ കുറിക്കാൻ നമ്മുടെ നാട്ടിൽ നല്ലൊരു ചൊല്ലുണ്ട്: എലിയെ പേടി ചില്ലം ചുടുക. നിർമ്മാണ മേഖലയിലും IT മേഖലയിലുമുള്ളവരടക്കം പതിനായിരങ്ങളാണ് പങ്കാളികളായത്. തൃശൂരിൽ നടന്ന മനുഷ്യച്ചങ്ങലയിൽ മന്ത്രി AC മൊയ്തീൻ, ചലച്ചിത്ര താരം ഇന്നസെന്റ് MP, CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബേബി ജോൺ എന്നിവർ അണിനിരന്നു. ഇടുക്കി ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിലായിട്ടായിരുന്നു മനുഷ്യച്ചങ്ങല തീർത്തത്. മന്ത്രി MM മണി തൊടുപുഴയിൽ നടന്ന മനുഷ്യച്ചങ്ങലയിലാണ് കണ്ണിച്ചേർന്നത്. മലയോര കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും സാന്നിധ്യം കൊണ്ട് പ്രതിഷേധ ചങ്ങല ശ്രദ്ധേയമായിരുന്നു. സമീർ വഴങ്ങോട്, കൊച്ചി. നോട്ട് നിരോധിച്ചതുകൊണ്ട് ആളുകളെ ദ്രോഹിക്കുകയല്ലാതെ മറ്റൊരു നേട്ടവും ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നോട്ട് നിരോധനത്തിന് ശേഷം രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങിയതായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മോദി കുടുംബം ഉപേക്ഷിച്ചതുകൊണ്ട് മോദിയുടെ കുടുംബം രക്ഷപ്പെട്ടെങ്കിലും രാജ്യത്തെ മുഴുവൻ കുടുംബവും അപകടത്തിലായതായി VS പരിഹസിച്ചു. ജനങ്ങളുടെ യഥാർത്ഥ മിത്രത്തെയും ശത്രുവിനെയും തിരിച്ചറിയാൻ കഴിഞ്ഞതായി കാനം രാജേന്ദ്രൻ പറഞ്ഞു. നോട്ട് നിരോധിച്ചതിലൂടെ ജനങ്ങളെ നട്ടം ചുറ്റിച്ച കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് മനുഷ്യച്ചങ്ങലയിൽ അണിനിരന്നവർ വിമർശനം ഉന്നയിച്ചത്. നോട്ട് നിരോധനം കൊണ്ട് ആളുകളെ ദ്രോഹിച്ചതല്ലാതെ മറ്റൊരു നേട്ടവും ഉണ്ടായില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഇത് മുഴുവൻ ഒറ്റയടിക്ക് പിൻവലിച്ചാൽ ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് പിൻവലിക്കാൻ അധികാരമുള്ളവർ മനസ്സിലാക്കണ്ടേ? ഏതെങ്കിലും തരത്തിലുള്ള ഭ്രാന്തൻ നടപടി സ്വീകരിക്കാനാണോ ഭരണാധികാരികൾ തയ്യാറാകേണ്ടത്? തീരുമാനമെടുക്കുന്നയാൾക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും വിവരമുണ്ടാകണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ രംഗത്തുള്ള വിദഗ്ധരുമായി ചർച്ച ചെയ്യണം. നിങ്ങൾക്കൊരു ജനാധിപത്യ മനസ്സുണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. നിങ്ങളിൽ ജനാധിപത്യ മനസ്സല്ല, അമിതാധികാര മനസ്സാണെങ്കിൽ നിങ്ങൾ തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യും. നോട്ട് നിരോധിച്ച ശേഷം രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങിയതായി CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അധ്യക്ഷ പ്രസംഗത്തിൽ കുറ്റപ്പെടുത്തി.
ഈ രാജ്യത്തിലെ 99% ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടിട്ടുള്ളത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ആവിഷ്കരിച്ച ഒരു ഭരണ പരിഷ്കാരമാണ് ഈ രാജ്യത്തെ ജനങ്ങളെ ദുരിതക്കയത്തിലേക്ക് തള്ളിയിരിക്കുന്നത്. മോദി കുടുംബം ഉപേക്ഷിച്ചതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടുവെങ്കിലും രാജ്യത്തെ മറ്റെല്ലാ കുടുംബങ്ങളും അപകടത്തിലായതായി VS പരിഹസിച്ചു. മോഡി വികാരഭരിതനായി പറഞ്ഞത് താൻ രാജ്യത്തിന് വേണ്ടി സ്വന്തം കുടുംബവും നാടും ഉപേക്ഷിച്ചു എന്നാണ്. അതുകൊണ്ട് ആ കുടുംബം രക്ഷപ്പെട്ടു. പക്ഷേ രാജ്യം കുളം തോണ്ടി എന്ന് മാത്രം. കേരളത്തെ സഹായിക്കുന്നവരാരെന്നും എതിർക്കുന്നവരാരെന്നും ഈ സമരം കൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലായതായി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. കേരളത്തിന്റെ കാർഷിക സമ്പദ്ഘടന തകർക്കുന്നതിന് വേണ്ടിയായിട്ടാണ് ബോധപൂർവമായ ശ്രമം നടത്തുന്നത്. കല്യാണം കഴിക്കാത്ത മോദിയും രാഹുൽ ഗാന്ധിയും കുമ്മനവും ചേർന്ന് സാധാരണക്കാരുടെ കല്യാണം മുടക്കുകയാണെന്നും NCP സംസ്ഥാന അധ്യക്ഷൻ ഉഴവൂർ വിജയൻ പരിഹസിച്ചു. അതുകൊണ്ട് മോഡിയുടെ ആദ്യത്തെ ഈ വരവൊക്കെ കണ്ടപ്പോൾ നമ്മൾ ആകെ ഒന്ന് പേടിച്ചു പോയി. ഞാൻ പേടിച്ചു പോയായിരുന്നു. വീരപാണ്ഡ്യ കട്ടബൊമ്മനിൽ ശിവാജി ഗണേശൻ വരുന്നത് പോലെയാണ് അദ്ദേഹം ആദ്യം ആ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് കടന്നു വന്ന മൻമോഹൻ സിംഗിനെ പോലെയൊന്നുമല്ല. കണ്ടാലും അതൊരു ഗമയാണ്. ഇവിടെ സഖാവ് VS ചൂണ്ടിക്കാണിച്ചതുപോലെ ഭായി ഓർ ബഹനം ദേശവാസിയോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കടന്ന് ബഹളമാകുമ്പോൾ ഇപ്പം നാട്ടുകാരെ കാണുമ്പോൾ ദാരിദ്ര്യവാസിയോ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മാറേണ്ടതായി വന്നിട്ടത് കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് കഴിയില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരള ദിനേശ് ബീഡി സഹകരണ സംഘം ഇന്ന് വൈവിധ്യവൽക്കരണത്തിന്റെ പാതയിലാണ്. കോർപ്പറേറ്റ് വിപണിയിൽ ശക്തമായി മത്സരിച്ചു മുന്നേറുന്ന സംഘത്തെ ഇതിനിടയിൽ നിരവധി അവാർഡുകളും തേടിയെത്തി. 1990-ൽ പുകയില വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ദിനേശ് മേഖല പ്രതിസന്ധിയിലായെങ്കിലും ദിനേശിന്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ അത്ഭുതാവഹമായിരുന്നു. 96 മുതൽ ദിനേശ് ബീഡി പരമാവധി തൊഴിലാളികളെ ഇതര വ്യവസായ മേഖലകളിലേക്ക് പുനരധിവസിപ്പിച്ചു. 97-ൽ ദിനേശ് ഫുഡ്സ് ഭക്ഷ്യ സംസ്കരണ രംഗത്തും 99-ൽ ഡിറ്റ്സ് എന്ന പേരിൽ ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തും പിന്നീട് കുട നിർമ്മാണ രംഗത്തും ദിനേശ് അപ്പാരൽസ് വസ്ത്രനിർമ്മാണ രംഗത്തും തനതായ മുദ്ര പതിപ്പിച്ചു. കറി പൗഡറുകൾ, അച്ചാറുകൾ, സ്ക്വാഷുകൾ, തേങ്ങാപ്പാൽ, ഡെഡിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് ചിപ്സ്, ദിനേശ് ചായ എന്നിവ പ്രിയങ്കര ഉൽപ്പന്നങ്ങളായി വിപണി കീഴടക്കിയത് ചുരുങ്ങിയ കാലം കൊണ്ടാണ്. 2015-ലാണ് തേങ്ങാപ്പാൽ ആദ്യമായി ഓസ്ട്രേലിയയിലേക്ക് കയറ്റുമതി ചെയ്തത്. പുതിയ ഹെയർ ടോണും ഉടൻ വിപണിയിലെത്തും. തേങ്ങാപ്പാലിന് നല്ല ഡിമാൻഡ് ഉണ്ട്. വലിയൊരു ഭാവിയാണ് തേങ്ങാപ്പാലിന് കാണുന്നത്. അതേമാതിരി തന്നെ ഇപ്പോഴും ഞങ്ങൾ ഇറക്കിയ ലോങ് ആൻഡ് സ്ട്രോങ് എന്ന് പറഞ്ഞ തലമുടി കൊഴിയാതിരിക്കാനും ഡാൻഡ്രഫിനും ഫൈറ്റ് ചെയ്യുന്ന നല്ല സാധനം. ദിനേശ് അപ്പാരൽസിന്റെ ഷർട്ടുകളും വിപണിയിൽ ബ്രാൻഡഡ് ജനപ്രിയ ഉൽപ്പന്നങ്ങളായി വിറ്റഴിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യാപാര വികസന സംഘടനയായ അസോച്ചം 2016-ലെ ഏറ്റവും നല്ല ചെറുകിട വ്യവസായത്തിന് നൽകുന്ന ഫെയർ ബിസിനസ് പ്രാക്ടീസസ് അവാർഡിന് 3-ാം തവണയും ദിനേശ് അർഹമായി. വ്യവസായ സംരംഭങ്ങളിലൂടെ മികച്ച സാമൂഹ്യ സേവനത്തിനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്സ് ഓഫ് ഇന്ത്യ അവാർഡും 2015-ൽ ദിനേശിനെ തേടിയെത്തി. മുതലാളിത്ത ചരക്കോൽപാദന വ്യവസ്ഥയിൽ കോർപ്പറേറ്റ് വിപണിയിൽ ശക്തമായി മത്സരിച്ചുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിലൂടെ വിജയിക്കാനാവുമെന്ന് തെളിയിക്കുകയാണ് ദിനേശ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.